ഇറ്റ്സ് മീ ഷൈലിയാസ് ഫ്രോം കൂഡ് ഡിസൈൻ. അപ്പോൾ ഇത് പുതിയൊരു കളക്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയ കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി കാണിച്ച് ഈ ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. പ്രിന്റ് ഉള്ളത് ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അന്ന് ഒരുപാട് പേർക്ക് കിട്ടാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രീ ബുക്കിംഗ് ചെയ്തപ്പോൾ അന്ന് എല്ലാതും പ്ലെയിനിലായിരുന്നു അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രീ ബുക്കിംഗ് എല്ലാതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോട്ടം പ്ലെയിൻ ആയിട്ടായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് പ്രിന്റഡ് ബോട്ടം ഒരുപാട് പേർക്ക് അന്ന് കിട്ടാത്തവരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് അല്ല, എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ, നമ്മൾ കുറച്ച് മുന്നേ കേട്ടാ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബോട്ടം പ്രിന്റഡ് പാറ്റേൺ ആണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഓർഡർ ഉള്ള കാരണം പ്രീ ബുക്കിംഗ് ചെയ്തപ്പോൾ പ്ലെയിൻ ബോട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് സൗണ്ട് ഫുള്ള് പോയിരിക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴേക്ക് അത് നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. ഓക്കെ എന്ന് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഓരോന്ന് പറഞ്ഞായിട്ട് കണ്ടു തുടങ്ങാം. ഫുള്ള് സൗണ്ട് ഫുൾ കട്ടായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് വയനാട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് വീക്കെൻഡ്സ് കുട്ടികളോടൊന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കുട്ടികൾക്ക് തീരെ സമയം കൊടുക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെ പോയപ്പോൾ സൗണ്ട് ഫുള്ള് പോയിരിക്കുകയാണ്. പിന്നെ ഈ വളനെ പറ്റി പറയാൻ എനിക്കിതിലേക്ക് നല്ല മാച്ച് ഉണ്ടല്ലോ. ഈ വള അല്ല എല്ലാവരും ഇപ്പോൾ നമ്മുടെ എന്താണ് സബ്സ്ക്രൈബേഴ്സൊക്കെ എന്താണ് വളനെ പറ്റി പറയും. അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും നമ്മൾ സ്ഥിരം ഒരു കസ്റ്റമറാട്ടോ, കുറേ കാലമായിട്ടുള്ള ഒരു കസ്റ്റമർ, ഒരു ഫാമിലി ഫ്രണ്ട് പോലെ ആയ ഒരാളാണ്. അപ്പോൾ ആൾ ബാംഗ്ലൂർ പോയപ്പോൾ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഹൗസിത്താതെ വിളിക്കാറിട്ടാ. ഹൗസിത്ത് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ്. കുറച്ച് 2-3 പീസൊക്കെ വേറെയും ഡിസൈനിങ് ഡ്രസ്സിലേക്ക് മാച്ച് ആയത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറൊരു കസ്റ്റമർ ഉണ്ട്. എന്താണ് ആളുടെ പേര് കൊണ്ടുപോയി, ബാംഗ്ലൂരിലുള്ള സമീറ നൂർ. പറക്കാൻ പാടില്ലാത്ത പേരാണ് പെട്ടെന്ന് പറഞ്ഞത്. ആള് ഇതേപോലെ തന്നെ വള ഇടുന്ന കാണുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് വള ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടങ്ങാൻ കത്തി അല്ലാണ്ട് വെക്കലില്ല. ഇതിപ്പോൾ രാത്രി നല്ല നേരം വൈകിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. എന്നും വീഡിയോ നമുക്ക് വരണം എന്നൊരു നിർബന്ധമുള്ള കാരണം ഇന്ന് എന്താണ് നമ്മൾ രാത്രി ഇപ്പോൾ വയനാട് തിരിച്ചെത്തിയിട്ട് രാത്രി വളരെ ബുദ്ധിമുട്ടി കണ്ണുറക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, കുറച്ച് ഐസ് ക്യൂബൊക്കെ വെച്ച് കണ്ണില്ലെന്ന് വരുന്നിട്ട്, കാരണം വീഡിയോയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനർജിയിൽ പറയണ്ടേ. അപ്പം അങ്ങനെ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ചിക്കു ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു എന്താ പറയുക, ഒരു ബേജ് കളറിൽ നിന്ന് ഡാർക്ക് ബേജ് ടോൺ അല്ലെങ്കിൽ ചിക്കു ഷെയ്ഡ് എന്നൊക്കെ പറയാം. അതിൽ നല്ല മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ്. ഈ ഫ്ലോറൽ പ്രിന്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സിന്റെ ഒരു പ്രിന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നോർമലി ഉള്ള ഫ്ലോറൽ പ്രിന്റ് പാറ്റേൺ അല്ല. ഇത് മെറ്റീരിയൽ കാണുന്നതിലും ലുക്ക് അത് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴായിട്ട്. പിന്നെ ബോട്ടം ഇങ്ങനെ ഒരു പ്രിന്റഡ് പാറ്റേണും കുറച്ച് പാരലൽ ഒരു ടൈപ്പിലാണ് ബോട്ടം ചെയ്തത് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടായത് ആംഗിൾ ലൈക്ക് തന്നെ പാരലൽ ബോട്ടം ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചിക്കു ഷെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ബോട്ടം വരുന്ന ഒരു ലൈൻ പാറ്റേൺ ആണ്. 48 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. 4XL സൈസ് ഉണ്ടാവും. ടോപ്പിന് വേറെ എക്സ്ട്രാ വർക്കുകളൊന്നും തന്നെ ഇല്ല. ബോട്ടം വരുന്നത് ഒരു ലൈൻ പാറ്റേണിൽ വരുന്നതാണ്. ഈ കളേഴ്സൊക്കെ വെച്ചിട്ടുള്ളൊരു ലൈൻ പാറ്റേൺ കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിലും ടോപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട. കോസ്റ്റ് 1190 വരുന്നത്. അപ്പോൾ സെറ്റായിട്ട് ഇടുമ്പോൾ ഒന്നുകൂടെ നല്ല ഇതുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയിൽ ചുമക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ ഉണ്ട്. ആള് കുവൈത്തിലാണെന്ന് തോന്നുന്നത്, അല്ല ദുബായിലാണ്. ഷോബി എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമർ ഉണ്ട് ആള്. അപ്പോൾ ആളോട് 2 കുരുമുളക് വായിലിട്ടാൽ മതി, കുറച്ച് എരിവുണ്ടാവും, പക്ഷെ ചുമ ഫുള്ള് നിൽക്കുന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് ഇന്ന് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമക്കുന്ന വീഡിയോയിൽ കാണുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഇതങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. താഴ്ഭാഗന ബോഡിയുടെ പാർട്ടിലായിട്ടൊരു സ്ക്വയർ ഷേപ്പ് വരുന്നുണ്ട്. അതിലേക്ക് ഈ പ്രിന്റ് സെയിം പ്രിന്റഡ് ആയിട്ടുള്ള കേട്ടോ. നല്ലൊരു കളറാണ്. ബോട്ടം കൂടെ സെറ്റ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു ലുക്ക് വരുന്ന പീസാണ്. അങ്ങനെ വലിയ ആർഭാടമല്ല, പക്ഷേ നമുക്കൊരു റെഗുലർ ബേസിലോ അല്ലെങ്കിൽ റെഗുലറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പുറത്തേക്ക് കൊണ്ട് പോകുമ്പോൾ പെട്ടെന്നൊക്കെ എടുത്തിടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സായിരിക്കും. നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, പൗഡർ ബ്ലൂ അല്ലെങ്കിൽ ഐസ് ബ്ലൂ എന്നൊക്കെ പറയുന്നൊരു കളറാണ്. അതിൽ ആ ഒരു പ്രിന്റിൻ്റെ ആ കളർ കോമ്പിനേഷൻസ് നല്ല രസമുണ്ട്. ആ ഒരു ഫ്ലവറും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് വരുന്നത്. അന്ന് ഒരുപാട് പേർക്ക് ലൈൻ പാറ്റേൺ കിട്ടാറുണ്ട്. കാരണം പ്രിന്റഡ് ബോട്ടം വരുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ലൈൻ ബോട്ടാണെങ്കിൽ ഒരു ഭംഗി വേറെ തന്നെയാണ്. 48 ആണ് ലെങ്ത് ഉണ്ടായിരിക്കുക. കോട്ടൺ ആണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള നോർമൽ കോട്ടൺ അല്ല, സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൂൾ എഫക്റ്റ് വരുന്ന ടൈപ്പ് കോട്ടൺ ആണ്.
മിക്സിങ് വരുന്ന ടൈപ്പാണ്. ദുപ്പട്ട വരുന്നതും കോട്ടൺ തന്നെയാണ്. ബോട്ടം സെയിം, ടോപ്പും ബോട്ടം സെയിം ആണ്. ദുപ്പട്ട ഒന്നുകൂടെ ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. ലൈൻ നോക്കി നോക്കിയ പാറ്റേൺ നല്ലൊരു കളർ. നമുക്ക് ചിലപ്പോൾ എനിക്കൊരു വീഡിയോ ഒന്നുകൂടെ ബ്രൈറ്റ് ആയിട്ടായിരിക്കും ഈ ബ്ലൂ കാണുന്നത്. ശരിക്കും അല്ലെ ബ്രൈറ്റ് ആയിട്ട് കാണുന്നതാണ് വീഡിയോയിൽ. ബ്രൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഫീൽ ചെയ്തിരുന്നു എനിക്ക്. പക്ഷെ ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന ഒരു ബ്ലൂ ആണ്. ഡൈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് അല്ല, ഒരു ഡസ്റ്റി ഷെയ്ഡ് വരുന്ന ഇതാണ്. വീഡിയോയിൽ കുറച്ച് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതിൽ ഭംഗി കാണാൻ ദുപ്പട്ടയുടെ ആ ഒരു ഡിസൈൻ ഇട്ട് അതിൻ്റെ ആ ഫ്ലോറൽ പ്രിന്റിനാണ് ഭംഗി. ഓക്കെ, ഇതാണ് വരുന്നത്. സെക്കൻഡ് കളർ വരുന്നത് കേട്ടോ. തേർഡ് ഷെയ്ഡ് വരുന്നത്, ഞാൻ വയനാട് പോയതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യുക അങ്ങനത്തെ ഒന്നും തീരെ പരിചയമില്ലാത്തതാണ്. ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് നമ്മൾ അന്ന് പർച്ചേസിന് പോയ സമയത്ത്, കച്ചിൽ പോയ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാവരും പറഞ്ഞ് കാണുമ്പോൾ നല്ല രസമുണ്ട്, കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്, നല്ല നല്ല കണ്ടന്റ് അതിൽ ഉൾപ്പെടുത്തിയെന്നൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വയനാട് പോയപ്പോൾ അവിടുത്തെ റിസോർട്ടും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ആയിട്ടാണ് ക്ലിപ്പുകൾ കിടക്കുന്നത്. എങ്ങനെയാണ് ആ വ്ളോഗേഴ്സുകാരൊക്കെ നമിക്കാൻ കേട്ടോ ശരിക്കും. ഇത് നമുക്ക് ഒന്നാമതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മളെല്ലാവരും നോക്കുന്നൊരു ടെൻഷനല്ല, നമുക്കൊരു എന്താ പറയുക, എല്ലാവരും നമ്മളെ തന്നെ ഫേസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത്. പിന്നെ ഇത് എപ്പോഴും ഇത് കൊണ്ടുനടക്കാന്ന് പറയുമ്പോൾ ഫുഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് വിട്ടുപോകും. ഇതിൻ്റെ ഇങ്ങനത്തെ കാര്യം തന്നെ ആലോചിക്കില്ല നമ്മൾ വീഡിയോ ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അത് ഒക്കെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വീഡിയോ ഇടാനുള്ള പ്ലാൻ ഉണ്ട്. എഡിറ്റ് ചെയ്യേണ്ട വലിയൊരു ടാസ്ക്കാണ് അതിൻ്റെ. കാരണം വെച്ചാൽ നമുക്ക് പരിചയമില്ലാത്തതാണല്ലോ, അങ്ങനെയൊക്കെ ഓരോന്നെടുത്തിട്ട് എഡിറ്റിങ്ങിനൊക്കെ ഭയങ്കര ഇത് പറയുമ്പോൾ ഒറ്റ ടേക്കിൽ വീഡിയോ എടുക്കുക, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുക. ചിലപ്പോൾ 1-2 സ്ഥലങ്ങളിൽ ഒന്ന് റീടേക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ തന്നെയാണ് ഇത്. അവിടുന്ന് എടുത്ത് പീസ് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങൾ പറയൂട്ടോ, നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ കാര്യ സംഭവങ്ങളൊന്നല്ല, എന്നാലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഞാൻ ഇട്ടുള്ളൊരു വൈറ്റ് ഷെയ്ഡിൽ വരുന്നത്, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അങ്ങനെ മിൽക്കി വൈറ്റും അല്ല, എന്നാൽ ഒരു നമ്മൾ നോർമൽ ഒരു ഉജാല കളറുള്ള വൈറ്റ് അതുമല്ല, ഒരു എന്താ പറയുക ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഹൈലൈറ്റിംഗ് കളർ വരുന്നത് ഒരു പീച്ച് കളറിലുള്ള ഫ്ലവറാണ്. അപ്പോൾ അതും ഇതും ഒരേ കളർ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇതിൽ വയലറ്റ് കളർ വന്ന കാണേണ്ട കാരണം ഒന്ന് പറയുന്നത് ഇത് ഓഫ് വൈറ്റും അത് വൈറ്റും കേട്ടോ. അപ്പോൾ ഓഫ് വൈറ്റിൽ പ്രിന്റുകൾ ശ്രദ്ധിച്ചോക്കിയൊക്കെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ പ്രിന്റുകൾ വരുന്നത് ഫ്ലോറൽ പ്രിന്റിന് പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതിൽ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 48 ആണ്. 48 ലെങ്ത്തുള്ള ടോപ്പാണ് വരുന്നത്. അതുപോലെ ബോട്ടം വരുന്നതും ഒരു ലൈൻ പാറ്റേൺ തന്നെയാണ്. എല്ലാത്തിനും വരുന്ന പോലെ തന്നെ കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കേട്ടോ. പാൻസിൻ്റെ ലൈനായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയാണ് വൈറ്റിൽ നിന്ന് ഇങ്ങനത്തെ ഒരു എന്താ പറയുക സ്ക്വയർ പോർഷൻസിൽ ഇങ്ങനെ പ്രിന്റ് വരുന്ന പാറ്റേൺ കേട്ടോ. ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ളതാണ്. ഫോർത്ത് വൺ വരുന്നത് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഒരു എന്താ പറയുക വൈറ്റിലൊരു ലാവൻഡർ അല്ലെങ്കിൽ പർപ്പിൾ കളറൊക്കെ മിക്സ് ആയിട്ടുള്ളത്. ഓക്കെ, അതിൽ 48 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കോട്ടൺ ആണ്. കോട്ടൺ തരപ്പോൾ മിക്സ് വരുന്ന ടൈപ്പ് കോട്ടൺ ആണ്. സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. കോട്ടൺ ലൈനിങ് ഇട്ടാൽ മതി. ബോട്ടം വരുന്നതും ഒരു ലൈൻ പാറ്റേൺ ആണ്. ടോപ്പിൽ എന്തൊക്കെ ഫ്ലോറൽ കളേഴ്സ് ആണ് ഉള്ളത് അതാണ് ലൈൻ പാറ്റേണിൽ വരുന്നത്. പിന്നെ വരുന്നത് ദുപ്പട്ട വരുന്നതും സോഫ്റ്റ് സിമ്പിൾ തിന്നായിട്ടുള്ള ഒരു ദുപ്പട്ട കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയും പീസസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, വീഡിയോ വേണമെന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. നെക്സ്റ്റ് ഡിസൈനിൽ വരാം. അതായിരിക്കും ബൈ.